അട്ടപ്പാടിയിലെ മധുവിനും അട്ടപ്പള്ളത്തെ രാമനാരായണൻ ഭയ്യാറിനും ക്രൂരമായ ചില സമാനതകളുണ്ട്. അത് ഈ ഭരണകൂടങ്ങൾ പറയുന്ന വികസനത്തിന്റെ പാലും പഴവും കിട്ടാത്ത ഒരു വ്യാജ നറേറ്റീവ്, ക്ഷേമരാഷ്ട്രീയത്തിന് പുറത്തുള്ളവർ എന്നത് മാത്രമല്ല, ഒരമ്മയുടെ മക്കളെന്ന മട്ടിലാണ് വിശന്ന വയർ അകത്തെ കുടിഞ്ഞവർ. എല്ലാ പ്രതീക്ഷകളുടെയും സെമിത്തേരി പോലത്തെ കണ്ണുകളിൽ ചോര കല്ലിച്ച വല്ലാത്തൊരു ദൈന്യതയാണ്. പാതിപ്രാണൻ പട്ടിണിക്കോലങ്ങൾ. ആ ഛത്തീസ്ഗഡിന്റെ ആദിവാസി ഹൃദയഭൂമിയിൽ നിന്ന് കുടുംബം പുലർത്താൻ ഉപജീവനം തേടി അതിർത്തി കടന്ന് പാലക്കാട്ടേക്ക് എത്തിയതാണ് രാമനാരായണൻ എന്ന പാവത്തിന്റെ ഒരേ ഒരു പാതകം. ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നൂറുകണക്കിന് ശരീരങ്ങൾ കണ്ട് തഴക്കം വന്നൊരു ഡോക്ടർ പറയുന്നു, എന്റെ കരിയറിൽ ഇത്രയധികം മർദ്ദനപ്പാടുകളുമായ ഒരു ശരീരം കണ്ടതേയില്ല. ഓരോ ഇഞ്ചിലും മാരകമായ തിണർപ്പുകളാണ്, പരിക്കുകൾ, ആന്തരികാവയവങ്ങൾ തരിപ്പണമാണ്, വാരിയലൊടിഞ്ഞ് തലച്ചോറ് വരെ ചിതറിച്ച് കൈകഴയ്ക്കും വരെ മാറി മാറി മർദ്ദിച്ചാണ് അട്ടപ്പള്ളം നരമേധം. ആ ജോലിക്ക് പോയി കിട്ടുന്ന കൂലിയിൽ പലഹാരങ്ങളുമായി എത്തുന്ന അച്ഛന് വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന രണ്ട് കുഞ്ഞുമക്കൾക്ക് മുന്നിലേക്ക് കേരളം അയച്ചു കൊടുക്കുന്നത് അവരുടെ പിതാവിന്റെ പറഞ്ഞു കീറിയ ശരീരമെങ്കിൽ ആയുഷ്കാലം ആ മക്കൾ കേരളമെന്ന് കേട്ടാൽ ആലില പോലെ ഉറക്കലാണ്. രാമനാരായണന്റെ അല്ല, ഈ നാടിന്റെ നെറുകം തലകീറിയ കാലന്മാരുടെ രാഷ്ട്രീയം സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നുണ്ട്. 4 പേർ BJP-ക്കാർ, സംഘരാഷ്ട്രീയ വക്താക്കൾ, ഒരാൾ CATU. എന്തു കുന്തമാണെങ്കിലും ആ രാഷ്ട്രീയം മനുഷ്യന്റെ രാഷ്ട്രീയമല്ല. കട്ടിപ്പാറ പോലെ കാളകൂടവർ പട്ടിയുറഞ്ഞ രാഷ്ട്രീയമാണ്, നാശത്തിന്റെ രാഷ്ട്രീയമാണ്, മുടിഞ്ഞ രാഷ്ട്രീയമാണ്. ഇല്ലാത്ത വ്യാജങ്ങൾ പറഞ്ഞ് നാട് ചോദിച്ച് തെറിവിളിച്ച് വട്ടം കൂടി മർദ്ദനം, ഒറ്റയൊന്ന് കൈപൊക്കൊന്ന് തടുക്കാൻ ആരോഗ്യമില്ലാതെ ഓടാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാനാവതില്ലാത്തൊരൽപ്പപ്രാണിയെ ബംഗ്ലാദേശിയാണോടാ എന്ന ആക്രോശത്തിൽ പാറ്റയെ കൊല്ലുന്ന ലാഘവത്തിൽ കൊല്ലണമെങ്കിൽ ആ ബ്രൂട്ടൽ സംഘത്തിന്റെ തലച്ചോറിൽ നിറഞ്ഞ വെറുപ്പിന് അളവുണ്ടോ? അനന്തമാണ്. സോഷ്യൽ മീഡിയയിൽ, വാട്സാപ്പിൽ ഇതര സംസ്ഥാനക്കാരോട് മതം പറഞ്ഞും അല്ലാതെയും വയലൻസിന്റെ വാചകമേളയാണ്. എടോ, വെറുപ്പിന്റെ ഫാക്ടറി മുതലാളിമാരെ, നിങ്ങളുടെയൊക്കെ പിതാക്കൾ, സഹോദരങ്ങൾ ഗൾഫടക്കം അന്യരാഷ്ട്രങ്ങളിൽ പോയി ബംഗാളി പണിയെടുത്തുണ്ടാക്കിയ സൗകര്യങ്ങളിലാണ് ഈ പൊളവളപ്പ്. അല്ലാതെ മന്നാ പൊഴിക്ക് മട്ടിൽ കാശും കെട്ട് കേരളത്തിന്റെ ആകാശത്തങ്ങ് പൊട്ടി വീണതല്ല. ഉണ്ടെന്ന് പറയുന്ന ഒരു നന്മയിൽ പ്രതീക്ഷ അർപ്പിച്ചൊരു രാമനെ വെറുപ്പിന്റെ പേവൈറസ് ബാധയിൽ അടിച്ചുകൊന്ന് കഴിവേറ്റി അവന്റെ ആത്മാവ് ഗതികിട്ടാതെ അലയുന്ന നാട്ടിൽ ആ പേപ്പട്ടികൾക്ക് രക്ഷപ്പെട്ടു പോകാൻ വകുപ്പുകൾ ചേർത്ത പോലീസുള്ള ഒരു നാടിനെ, നീതിക്ക് വേണ്ടി അവന്റെ മക്കൾക്ക് മോർച്ചറി പഠിക്കൽ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു നാടിനെ പ്രബുദ്ധ കേരളം ഒന്ന് മിണ്ടിപ്പോവരുത്. അസംബന്ധമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.